മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ തന്റെ പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗ് സംസ്ഥാന അധ്യക്ഷനെയാണ് താൻ വിമർശിച്ചത്. വർഗീയ സംഘടനകളായ ജമാഅത്ത് ഇസ്ലാമിയെയും SDP-യെയും ലീഗ് ചേർത്ത് നിർത്തുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പാലക്കാട് വിജയത്തെ ചൊല്ലി CPIM കോൺഗ്രസ് വാക്പോര് ഇപ്പോഴും തുടരുകയാണ്. പാലക്കാട്ടെ UDF വിജയം വർഗീയ വോട്ട് നേടിയെന്ന ആക്ഷേപം ശക്തമാക്കുകയാണ് CPIM. SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുമ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും വലിയ തോതിൽ സഹകരിപ്പിക്കാൻ ഇപ്പോഴാണ് ആ നിലയിലേക്ക് മാറിയത്. ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല, രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. അദ്ദേഹമാണ് ലീഗിന്റെ പ്രസിഡന്റ്. സ്വാഭാവികമായും ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പ്രധാനമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് വരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ LDF നേട്ടമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി. ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ LDF-നോടൊപ്പം എത്ര കണ്ട് ഭദ്രമായി അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. പാലക്കാട്ട് LDF-ന്റെ വോട്ട് വീതം കുറയല്ല ചെയ്തത്. അവിടെ LDF-ന്റെ വോട്ട് വീതം നല്ല നിലയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയും. ചേലക്കരയെ കുറിച്ച് കാണേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ നല്ല വർധനവ് നേടാൻ കഴിഞ്ഞു. വടകര ഡീലിന്റെ തുടർച്ചയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും പ്രതികരിച്ചു. CPIM വിമർശനത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. BJP-ക്കും CPIM-നും ഒരേ നാവെന്ന് VD സതീശൻ. BJP-ക്ക് വോട്ട് കുറഞ്ഞതിന് CPM-ന് എന്തിനാണ് ഇത്ര സങ്കടം? അപ്പൊ BJP-യുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അതിൽ ഏറ്റവും സങ്കടം BJP-ക്കാരെക്കാളും സങ്കടം CPM-ലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി ഈ വിവാദം ഇങ്ങനെ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പടലപ്പിണക്കവും അതുപോലെ ചേരിപ്പോരും ഒക്കെ തന്നെ പല പാർട്ടികളിലും പുറത്തു വന്നു കഴിഞ്ഞു.